നമസ്കാരം. ഭാരത സന്ദേശം എന്ന സാറിൻ്റെ ഈ ദുബായ് പ്രഭാഷണത്തിൻ്റെ ഒന്നാമത്തെ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യമേ കൊടുത്ത ഏകദേശം 20 മിനിറ്റുള്ള വീഡിയോ കൊടുത്തു കഴിഞ്ഞപ്പോൾ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, ഇത് എഡിറ്റ് ചെയ്യാതെ മുഴുവൻ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു, അത്രയ്ക്ക് ആവേശകരമാണ് ഈ വീഡിയോ എന്ന്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ബാക്കിയുള്ള മുഴുവൻ പോർഷനും ഇതോടൊപ്പം കൊടുക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഏകദേശം 1.5 മണിക്കൂറുള്ളത് സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. അത് ഇതിന് ശേഷം അടുത്ത ദിവസം ആ വീഡിയോയും കൂടി കൊടുക്കുന്നതാണ്. ഭാരതത്തിൻ്റെ പ്രശസ്തി അറിയാത്തവരായുള്ളത് ഭാരതീയർ മാത്രമാണെന്നും മറ്റുള്ള ദേശവിദേശങ്ങളിലുള്ള ആളുകൾ നമ്മുടെ പല അറിവുകളുടെയും പേറ്റന്റ് അമേരിക്ക, ജർമ്മനി, UK മുതലായ രാജ്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നും നമുക്ക് മാത്രം അതിനെപ്പറ്റി യാതൊന്നും കാര്യമായി അറിയില്ല എന്നും മറ്റുമുള്ള കാര്യങ്ങളും നമ്മുടെ യോഗയും ആയുർവേദവും എല്ലാം അന്യനാടുകളിൽ പഠന വിഷയമാക്കുന്നുണ്ടെന്നും എല്ലാം സാറ് ഇതോടൊപ്പം പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ആ വീഡിയോ കാണാം. നമസ്കാരം. ഇവിടെ ആ രാഷ്ട്രത്തില് സയൻസും സാങ്കേതിക വിദ്യയും ഇല്ലായിരുന്നു എങ്കിൽ 2003 മാത്രം അമേരിക്കക്കാർ എന്തുകൊണ്ട് 4000 പേറ്റന്റ് എടുത്തു? എന്തുകൊണ്ട് ഇംഗ്ലണ്ടുകാർ 4000 പേറ്റന്റ് എടുത്തു? 2800 പേറ്റന്റ് ജർമ്മൻകാരെടുത്തു. ഏതിന്റെ അടിസ്ഥാനത്തില് ഈ പേറ്റന്റുകൾ അവര് ഭാരതീയ അറിവിൽ നിന്ന് എടുത്തു? എന്തുകൊണ്ട് 21ാം നൂറ്റാണ്ടില് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തില് സർവവിധത്തിലുള്ള 742 തരത്തിലുള്ള കെമിക്കൽ മെഡിസിൻസ് ആയിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ആയുർവേദത്തെ സ്വീകരിക്കുന്നു? 64% അമേരിക്കക്കാര് മറ്റ് രാവിലെ ഓടുന്ന എക്സർസൈസ് മതിയാക്കി സൂര്യ നമസ്കാരം സ്വീകരിക്കാൻ കാരണം എന്ത്? 4000 സ്കൂളുകളില് ന്യൂയോർക്കില് രാവിലെ 8:30ക്കും 8:45 ഇടയ്ക്ക് എന്തുകൊണ്ട് ഭഗവത്ഗീത ചൊല്ലണം ഇംഗ്ലീഷുകാരുടെ മക്കള് എന്ന് പറയുന്നു? ഇതിനെല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. നേരത്തെ 4 ചോദ്യത്തിന് അടക്കം ഉത്തരം ഇപ്പൊ പറയാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണ്, 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. ആ ഭാരതീയരുടേതാണ് എന്ന് പറഞ്ഞ വരിയുണ്ടല്ലോ. അരവിന്ദ മഹർഷി 1947 ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ 8 മണിക്ക് തിരുനെൽവേലി റേഡിയോ സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തേണ്ടായി. ഈ നൂറ്റാണ്ട്, അതായത് 20ാം നൂറ്റാണ്ട് 1947 20ാം നൂറ്റാണ്ടില് ശിഷ്ടകാലങ്ങളില് ശക്തിയും ആവേശവും വലിച്ചെടുത്ത് അടുത്ത നൂറ്റാണ്ടിൽ ലോകത്തിന് വിളവെക്ക് വെക്കുന്ന ഒരു രാഷ്ട്രമായി തീരും ഭാരതം. അതുകൊണ്ടാണ് എൻ്റെ ജന്മദിനം ആഗസ്റ്റ് 15-ാം തീയതി വന്നത്. അരവിന്ദ മഹർഷിയുടെ ജന്മദിനം ആഗസ്റ്റ് 15-ാം തീയതി. അത് വരാൻ കാരണം ഈ ആത്മീയ ചൈതന്യവും ശാസ്ത്രത്തിന്റെ പ്രഭയും ഒരുമിച്ച് ചേർത്ത് ഭാരതം എന്ന രാഷ്ട്രം ലോക ജനതയ്ക്ക് വിളക്ക് വെക്കുന്ന ഒരു കാലം വരുമെന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞവരില് ഒരാള് മാക്സ് മുള്ളർ ആയിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ലോകം ഭാരതത്തിന്റെ മുമ്പില് 2 കയ്യും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആരായിരുന്നു മാക്സ് മുള്ളർ? മാക്സ് മുള്ളർ ഭാരതത്തിൽ ജനിച്ച ആളല്ല. മെക്കോളേയുടെ റിക്വസ്റ്റ് പ്രകാരം ഭാരതീയരെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റാൻ വന്ന ചർച്ചിലെ ബിഷപ്പായിരുന്നു മാക്സ് മുള്ളർ. പ്രീസ്റ്റ് ആയിരുന്നു. അവിടെ വന്ന് വേദത്തിന്റെ ആദ്യ ഭാഗം മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള നിർദ്ദേശപ്രകാരം അപ്രകാരം ചെയ്തു. അവര് ഞാൻ ആവർത്തിക്കുന്നു, മെക്കോളേയുടെ നിർദ്ദേശപ്രകാരം ഭാരതീയ മനസ്സുകളില് വേദത്തോട് പുച്ഛമുണ്ടാക്കാൻ
വേദത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ അവിടെ വന്ന് ഒരു പുസ്തകം വേദത്തെ കുറിച്ച് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി മാക്സ് മുള്ളർ പറഞ്ഞു, ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദിസ്, ഐ വിൽ നോട്ട് ഡു ഇറ്റ്, ഐ വിൽ ചേഞ്ച് ഇറ്റ്. 11 വർഷം സംസ്കൃതം പഠിച്ച് ബാക്കി ഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എഴുതിയ മാക്സ് മുള്ളർ പറഞ്ഞ വരിയാണ്, ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത് ആ തരത്തിലുള്ള അറിവിന്റെ സ്രോതസ്സുമായി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമേ ഉള്ളൂ, അത് ഭാരതമാണ്. ആ ഭാരതത്തിന്റെ മുമ്പിൽ ലോക ജനത വരുന്ന ഒരു കാലമാണ് ഇത്. ഇത്രയും അധികം എക്സാമ്പിള് ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞു പറഞ്ഞതാ. ഇത്രയും പവിത്രമായ രാഷ്ട്രത്തിലേക്ക് പണ്ടുള്ളവരും ഇപ്പോൾ ജീവിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരും നോക്കിയിട്ടും ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ കളിയാക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട്. മറ്റൊരു വിഭാഗം ഇന്ത്യയെ തറയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് ചിരിക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കാം, നിങ്ങളുടെ മാതൃഭൂമി, നമ്മളുടെ മാതൃഭൂമിയെ കുറിച്ച് ഞാൻ തന്നെ കളിയാക്കി ചിരിച്ചാൽ ഏതിനോട് തുല്യമാണത്? എൻ്റെ അമ്മയ്ക്ക് രോഗം വന്നു, അയൽവക്കത്തുകാരൻ എൻ്റെ അമ്മയുടെ രോഗം കണ്ട് ഉറക്കെ കൈകൊട്ടി ചിരിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ അമ്മയുടെ രോഗത്തിന്റെ അവസ്ഥ കണ്ട് കേട്ട് അയാള് ഉറക്കെ കൈകൊട്ടി ചിരിക്കുന്നു. കൂട്ടത്തില് എൻ്റെ അനിയനും അയാളുടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുക. ആർക്കാ രോഗം? എൻ്റെ അമ്മയ്ക്ക്. ആ അമ്മയുടെ രോഗം മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വസ്തുതയായി മാറിയാൽ കൂട്ടത്തിൽ ഞാനും ചിരിച്ചാൽ എങ്ങനെയിരിക്കും? അതേപോലെയാണെന്ന് തോന്നുന്നു. എന്ത് കുഴപ്പം എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും കാനഡ പോയപ്പോ കേട്ടത്, കാനഡയിൽ ടൊറന്റോയിൽ എന്ത് ഡിസിപ്ലിൻ ആണെന്ന് അറിയാമോ? കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്താം. ടൊറന്റോയില് എന്ത് ഡിസിപ്ലിൻ ആണ്, നമ്മുടെ ഇന്ത്യയെ പോലെയൊന്നും അല്ല. Why are you adding the last line? If you are not interested to come over to India, don't come over there. ഞങ്ങൾ 103 കോടി ജനത ഭാരതത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ആ 103 കോടി ജനതയുടെ ജീവിതത്തെ പരിഹസിച്ചുകൊണ്ട് ടൊറന്റോയെ ഉന്നതമായ ഒരു രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതില് ഒരു തെറ്റുമില്ല. പക്ഷേ കമ്പയർ ചെയ്ത് സ്വന്തം മാതൃഭൂമിയെ തരം താഴ്ത്തേണ്ട ആവശ്യമില്ല. തരം താഴ്ത്തി കൂട്ടത്തിലിരിക്കുന്നവന്റെ കയ്യടി വാങ്ങേണ്ട ആവശ്യമില്ല. അതിനർത്ഥം അപഹാസ്യത സ്വയം മലന്ന് കിടന്ന് മുകളിലേക്ക് നോക്കി തുപ്പാണ്. തിരിച്ച് ഞാൻ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരാം. ഈ പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ അറിവ് ലോക ജനത സ്വീകരിക്കുമ്പോഴും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. 1947 ആഗസ്റ്റ് 15-ാം തീയതി വരെ വിദേശികള് നശിപ്പിച്ച നമ്മളുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടി 56-57 വർഷം കഴിഞ്ഞിട്ടും ഭാരതം എന്താണ് എന്ന് അറിയാത്ത ലോകത്തിലെ ഒരു ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയര് മാത്രം. ഭാരതം എന്താണെന്ന് അറിയാത്ത ലോക ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയര് മാത്രമാണ്. സ്വന്തം രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ പുച്ഛിക്കുന്ന ലോക ജനതയുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. അതിന്റെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. പൈതൃകം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന പോളിസി മാറ്ററോടുകൂടി മുമ്പോട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ അതും ഭാരതീയരാണ് എന്ന് പറഞ്ഞ് കരയാൻ നിങ്ങളോട് ആരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണില്ല. കരയരുത്, സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുക. ഇതിന് തിരിക്കാൻ സാധിക്കും. നമുക്ക് ഈ രാഷ്ട്രത്തെ സ്റ്റിയറിംഗ് എടുത്ത് പുറകോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഭാരതം ഒരിക്കലും മരിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഭാരതം മരിക്കില്ല, ഇനിയും ഭാരതം മരിക്കില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ
ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതിന്റെ അർത്ഥം പറയാതെ നിങ്ങൾക്കറിയാം. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം, അർത്ഥം നിങ്ങൾക്കറിയാം. വിനാശായ ച ദുഷ്കൃതാം, അർത്ഥം നിങ്ങൾക്കറിയാം. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മ സംസ്ഥാപനാർത്ഥായ, അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ വിവരിക്കുകയാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ ആവശ്യമുള്ളത് ആ രാഷ്ട്രത്തിൽ നടന്നിട്ടുണ്ട്, അത് നടന്നിരിക്കും. അതുകൊണ്ടാ ഭാരതം എന്നും ജീവിക്കുന്നത്, ഇന്നും ജീവിക്കുന്നത്, എന്നും ജീവിച്ച രാഷ്ട്രം. ഇന്ന് ഈ രാഷ്ട്രത്തില് ദുബായിൽ ഇറങ്ങിയിരിക്കുന്ന പത്രത്തില് പോർച്ചുഗീസില് എങ്ങനെയാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് എന്നൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടത്തെ പത്രത്തിൽ ഇന്ന്, പണ്ടത്തെ കാര്യമല്ല, ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് ടോപ്പ് ലെഫ്റ്റ്, ലെഫ്റ്റ് ഐ എന്നാണ് ജേർണലിസം ഭാഷയിൽ അത് പറയാ. ലെഫ്റ്റ് ഐയിൽ കൊടുത്തിരിക്കുന്നത് പോർച്ചുഗീസില് യോഗചര്യ ചെയ്ത് ഉദയസൂര്യനെ കണ്ടുകൊണ്ട് തൊഴുന്ന ഒരു പോർച്ചുഗീസ് വനിത, അവരുടെ വലിയ ചിത്രം കൊടുത്തിട്ടാണ് ഈ പത്രം വന്നത്. അതുകൊണ്ട് ഭാരതത്തിന് ധർമ്മ സംസ്ഥാപനാർത്ഥായ, ആ രാഷ്ട്രത്തിന്റെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ, ആ രാഷ്ട്രത്തിനകത്തും പുറത്തും ചൈതന്യങ്ങൾ ഉണരാതിരിക്കില്ല, ഉയരാതിരിക്കില്ല. നമ്മളെ പോലെ, അമൃതാനന്ദമയെ പോലെ, സായിബാബയെ പോലെ, രവിശങ്കരനെ പോലെ, സ്വാമിനാരായണനെ പോലെ, ശങ്കരാചാര്യരെ പോലെ, ഇനി ആരുടെയൊക്കെ പേരാണോ നിങ്ങൾക്ക് ചേർക്കാനുള്ളത്, അവരുടെ എല്ലാ പേര് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് അവസാനം നിങ്ങളുടെ പേര് കൂടി ചേർക്കണം. അത്രയോ, ആ പേര് കൂടി ചേർത്ത് തൊഴുതുകൊണ്ട് പറയാം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അന്ത്യശ്വാസം വരെ, ഏത് ജാതിക്കാരനാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ഇസക്കാരനാണെങ്കിലും, അവസാനത്തെ വരി ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാണ്. ഏത് ഇസക്കാരൻ, ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ, ഇനി മുകളിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉപരിപക്ഷം, ഒരു കുഴപ്പമില്ല, ഏത് പക്ഷക്കാരനാണെങ്കിലും ഭാരതത്തിന് വേണ്ടി അല്പം സമയം ചെലവഴിച്ച പഠിക്കുക. അതില് നിങ്ങൾ ഓർക്കാനുള്ളത് ഒരു സമഗ്രമായ ജീവിതം, അത് നയിക്കാൻ സാധിക്കണം. അത് ഭാരതത്തിന്റെ സന്ദേശമാണ്. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും, അത് ഉറപ്പാണ്. രണ്ടിൽ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് നമുക്കുണ്ട്. ഒന്നില്ലെങ്കിൽ ചത്തുപോവുക, അല്ലെങ്കിൽ രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്രയോജനവും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യര് ചത്തുപോകും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് മരിച്ചു പോകും. ജീവിതം മൊത്തം രാഷ്ട്രത്തിന് വേണ്ടി ചെലവഴിച്ചവര് നാട് നീങ്ങും. എന്നും നല്ല കർമ്മം ചെയ്തവര് ദിവംഗതരാകും. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ചിലര് ചത്തുപോകും, ചിലര് മരിച്ചു പോകും, ചിലര് നാട് നീങ്ങും, ചിലര് ദിവംഗതരാകും. അതിന് കാരണം എന്താ? ചെയ്തിരിക്കുന്ന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ ചത്തുപോകണം, അല്ലെങ്കിൽ മരിച്ചു പോകണം. ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കണം. അതിനു മുമ്പ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഞാൻ ആ വരി ഒന്നുകൂടി ആവർത്തിക്കാം, എത്ര കാലം ജീവിച്ചിരിക്കണെന്ന് അറിഞ്ഞൂടാട്ടോ. എന്നു വേണമെങ്കിൽ തീരാം. ചിലപ്പോ വണ്ടി എടുത്ത് പോകുമ്പോഴായിരിക്കും കൃഷ്ണരാമ ഗോവിന്ദ, അറിഞ്ഞൂടാ. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. പാന്റ് തുന്നാൻ കൊടുത്തിട്ടുണ്ട്, 3 പാന്റ്. അടുത്ത വർഷം നിനക്ക് ഞാൻ 7 സാരി തന്നേക്കാം എന്ന് ഭർത്താവ് ഭാര്യയോട് പ്രോമിസ് ചെയ്യാ. എന്താ സാറേ ഉറപ്പ്? അടുത്ത വർഷം 7 സാരി വാങ്ങിക്കാൻ കടയിലേക്ക് പോകുമെന്ന് എന്തായാലും ഒരു ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. പണ്ട് ഹൈദരാബാദിൽ ഞാൻ PhD ചെയ്യാൻ പോവാറുണ്ട്. PhD ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാൻ. റേണിഗുണ്ട എന്നൊരു സ്റ്റേഷനില് 6 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ റേണിഗുണ്ടയിൽ ഇറങ്ങി ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സീൻ കണ്ടു. ഹൈ ടെൻഷൻ വയറ് ഒരാൾ മുകളിൽ നിന്ന് റിപ്പയർ ചെയ്യാം, ഇലക്ട്രിക്കൽ വയർ റിപ്പയർ ചെയ്യാം. അയാൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കുത്തി കുത്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആരോ സ്വിച്ച് ഓൺ ചെയ്തു എന്ന് തോന്നുന്നു. അസാധാരണമായ ഒരു ഷോക്ക് അയാൾക്ക് ഏറ്റു. അയാൾ അടിച്ച് തെറിച്ചു പോകുന്ന സീൻ കണ്ണുകൊണ്ട് കണ്ടു. അയാൾ ചെന്ന് വീണത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ തലയില്. സ്ത്രീ മരിച്ചു, ഇയാൾക്കൊന്നും പറ്റിയില്ല. ഹൈ ടെൻഷൻ വയറിൽ ഷോക്ക് അടിച്ചവനൊന്നും പറ്റിയില്ല. വെറുതെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ, പാവം കൃഷ്ണരാമ ഗോവിന്ദ.
അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ എന്നാ തീരുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഇതെല്ലാമാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം തമാശന് ഞാനൊരു എക്സാമ്പിൾ പറയണ്ടായി. വിഷയത്തിൽ നിന്ന് മാറുകയല്ല. നമ്പൂതിരിമാരെ, പണ്ടത്തെ നമ്പൂതിരിമാരെ ഊണ് കഴിക്കുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം എടുക്കും. ഓം ഭൂർഭുവ സ്വഹ ഓം ഋതന്ധ്വാ സത്യേന വർഷിഞ്ചയാമി ഭൂർഭുവസ്വരോ അന്തശ്ചലതി ഭൂതേഷു ഗുഹായാം സർവതോ മുഖ ത്വം യജ്ഞ ത്വം വശക്കാര ത്വം വിഷ്ണു വൃഷപ്പര പ്രാണായ സ്വഹ അപാനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ. 6 പ്രാവശ്യം ഓരോ ചോറെടുത്ത് കഴിച്ച് പഴയ നമ്പൂതിരിമാര് കുറച്ച് ചോറ് കയ്യിലെടുക്കും. എന്നിട്ട് വലത് സൈഡിൽ വെക്കും. അതിനൊരു മന്ത്രമുണ്ട്, ഫാസ്റ്റായിട്ട് പറയാം. യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിദുംബരായ ദദ്നായ നീലായ പരമേഷ്ടിനേ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. ഇതൊന്നും ഭാരതത്തിലെ മന്ത്രിമാരുടെ പേരല്ല, നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ ആരുടെ പേരാണ്? എല്ലാം കാലന്റെ പര്യായങ്ങളാണ്. എപ്പോഴാ കാലന്റെ പര്യായം പറയണത്? നടുക്ക് ചോറ്, ഇപ്പുറത്ത് എലിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി, തോരൻ എല്ലാം ഇട്ട്, സാമ്പാറും ഇട്ട്, പപ്പടവും ഇട്ട്, ഇതും കഴിഞ്ഞതിന് ശേഷമാണ് യമധർമ്മരാജാവിന്. അപ്പൊ ഒരു നമ്പൂതിരിയോട് ചോദിച്ചു, ഈ സമയത്ത് ഇത് എന്തിനാ? ഡോക്ടറെ, ഇത് തീരണ വരെയെങ്കിലും കൊണ്ടുപോകരുത്. ഉറപ്പില്ല, ഇത് തീരുന്നവരെ കൊണ്ടുപോകരുതെന്ന് പറയാനാ അങ്ങേർക്ക് 16 ചോറ് വെച്ചത്. ഇതാണ് വസ്തുത. ആർക്കും ഉറപ്പില്ല എപ്പോഴാ പോകുന്നതെന്ന്. ആ യാത്രയ്ക്ക് മുമ്പ്, ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ആ യാത്രയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാൻ 4 കാര്യമുണ്ട്. ഈ 4 കാര്യവും നിങ്ങൾക്ക് ചെയ്തു തീർക്കാം. അതൊന്ന്, നിങ്ങളെ തന്നെ മാറ്റുക. 2, നിങ്ങളുടെ കുടുംബ ബന്ധം. 3, ഈ സനാതന ധർമ്മം. 4, നിങ്ങളുടെ രാഷ്ട്രം. ജീവിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ. അല്പം മുമ്പ് ഒരു 10-60 സ്റ്റുഡൻസിന് ഇതേ വിഷയത്തിൽ ഞാൻ ക്ലാസ് എടുത്തതാണ്. അത് ചെറിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. അതിനെ ഒന്ന് മാറ്റി, അറിഞ്ഞുകൊണ്ട് മാറ്റി പറയാണ് ഇപ്പോൾ. കാരണം അതിഗഹനമായി ഭാരതത്തെ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ ആണ് ഇത്. അതായത് 4 കാര്യങ്ങൾ ഓർക്കാനുള്ളത്. ആദ്യത്തേത്, യുവർ സെൽഫ്. നിങ്ങൾ സ്വയം. ഈ ജന്മം നമുക്ക് കിട്ടി എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള 2 കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, നാക്ക്, നല്ല മനസ്സ്, 22 അടി നീളമുള്ള ഇൻഡസ്റ്റൈൻ, നല്ല നാക്ക്, എല്ലില്ലാത്തത്, അത് ഉൾപ്പെടെയുള്ള എല്ലാം നമുക്ക് കിട്ടി. ഇതൊന്ന് നന്നായിട്ട് ഉപയോഗിച്ചൂടെ? എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ശരീരം എത്രത്തോളം നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രത്തോളം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ആരെയെല്ലാം സന്തോഷിപ്പിക്കാൻ പോസിറ്റീവായിട്ട് സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടത് വർത്താണ് എന്ന് തോന്നിക്കുന്ന വിധത്തില് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ഈ രാഷ്ട്രത്തില്, ദുബായ് എന്ന രാഷ്ട്രത്തിൽ നിങ്ങൾ വന്നു. ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ജന്മഭൂമിയുണ്ട്. ഈ ശരീരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ആ രാഷ്ട്രത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പലതുമാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നിങ്ങൾ എന്ന വ്യക്തി പലതുമാണ്. ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ എന്ന നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവാണ്, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മകനാണ്, നിങ്ങളുടെ മക്കളുടെ അച്ഛനാണ്, നിങ്ങളുടെ അയൽവക്കക്കാരനാണ്. നിങ്ങളുടെ വണ്ടിക്കകത്ത് മറ്റുള്ളവരിയ്ക്കുന്നു, നിങ്ങളാ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വണ്ടിക്കകത്തിരിക്കുന്നവരുടെ ഡ്രൈവറാണ് നിങ്ങൾ. നിങ്ങളുടെ ഓഫീസില് പലരുടെയും സബോർഡിനേറ്റ് ആണ് നിങ്ങൾ, പലരുടെയും സൂപ്പർവൈസറാണ് നിങ്ങൾ പലതുമാണ്. ഒരു കടക്കാരന്റെ കസ്റ്റമറാണ് നിങ്ങൾ. നിങ്ങളുടെ വീട്ടിനകത്തെ അയൽവക്കത്തുകാരൻ മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അനവധി മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൂട്ടത്തിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് നിങ്ങൾ. അനവധി കാര്യങ്ങൾ അറിയാവുന്നവരുടെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തിക്ക്
ചെയ്തു തീർക്കാൻ സാധിക്കുന്ന അനവധി വ്യക്തിധർമ്മങ്ങളുണ്ട്. വ്യക്തിധർമ്മം, ദ ധർമ്മ ഓഫ് ഇൻഡിവിഡ്വൽ, ഇൻഡിവിഡ്വൽ ധർമ്മ എന്ന് നമ്മൾ പറയും. ആ ധർമ്മം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചെയ്യാം. അതിരാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ 5:30 മുതൽക്ക്, ചിലർ 6 മണി വരെ, 6 മണിക്ക് എഴുന്നേൽക്കുന്നത്, ആ 6 മണി മുതൽക്ക് രാത്രി 11 മണി വരെ കിടക്കാൻ പോകുന്ന സമയത്തിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തത് എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ ജീവിതം ജീവിക്കുന്നത് വർത്താണെന്ന് മനസ്സിലാകും. ഒരു ചെറിയ സംഭവം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആവർത്തിക്കാൻ കാരണം എക്സ്ചേഞ്ച് ചെയ്യാനാണ്. പാർത്താസിന്റെ ടെക്സ്റ്റൈലുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒരിക്കൽ പോകാൻ ഭാഗ്യം കിട്ടി ഇടവ മാസത്തില്. അപ്പൊ കർക്കിടക മാസത്തില് പാർത്താസുകാര് ധാരാളം സാരിയും ഡ്രസ്സും ചിങ്ങമാസത്തിലെ ആവശ്യത്തിന് വേണ്ടി പ്രൊക്യൂർ ചെയ്യാറുണ്ട് വിൽക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പാർത്താസിന്റെ ഓണറെ കാണാൻ തിരുവനന്തപുരത്ത് ഇരുന്നപ്പോൾ കാഞ്ചീപുരത്ത് നിന്ന് പട്ടുസാരിയുടെ റെപ്രസെന്റേറ്റീവ് പാർത്താസിന്റെ ഉടമസ്ഥനെ കാണാനായിട്ട് വന്നു. അദ്ദേഹം പല സാരികളും വിടർത്തി വെച്ചു. പാർത്താസിന്റെ ഉടമസ്ഥൻ അതെല്ലാം കണ്ടു. നല്ല നീല ഒരു സാരി, നീല സാരി, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത് എടുത്ത് കാണിച്ചപ്പോൾ പാർത്താസുകാരൻ ചോദിച്ചു, ഇതിന് എത്ര രൂപയാ? അപ്പോൾ റെപ്രസെന്റേറ്റീവ് പറഞ്ഞു, ഇത് വിൽക്കേണ്ടത് 4800 രൂപയ്ക്കാണ്, അങ്ങക്ക് ഇത് തരുന്നത് 4200 രൂപയ്ക്കാണ്. അപ്പൊ 4200 രൂപ നമ്മളുടെ പ്രൊക്യൂറിംഗ് പ്രൈസ്, 4800 രൂപ സെല്ലിംഗ് പ്രൈസ്. അപ്പോ പാർത്താസുകാരൻ ചോദിച്ചു, ഇപ്പൊ ഇത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണം, ഇതിന് തനിക്ക് ഞാൻ എത്ര തരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറിന്റെ പേഴ്സണൽ ഉപയോഗത്തിനാണെങ്കിൽ ഓർഡർ തരുന്നത് കൊണ്ട് അത് എത്രയാന്ന് വെച്ചാൽ പറയാം, ഇതിന് എനിക്ക് 4000 3800 രൂപ തന്നാൽ മതി, ഈ സാരിക്ക് 3800 രൂപ തന്നാൽ മതി. അപ്പോൾ അതെടുത്ത് വെച്ചു. ഉടനെ പാർത്താസുകാരൻ്റെ അസിസ്റ്റന്റ് ഇപ്പുറത്ത് കൂടെ വന്നു. അയാളോട് പറഞ്ഞു, ഈ സാരി ഒന്ന് വിടർത്താൻ. ആ സാരി ഒന്ന് വിടർത്തി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നൂല് മിസ് ചെയ്തിട്ടുണ്ട്, നടുക്ക് ഒരു നൂലില്ല. അപ്പോൾ പാർത്താസുകാരൻ ഈ റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു, സാരി നന്നായിട്ടുണ്ട്, ഒരു നൂല് അതിനകത്തില്ല, എന്നാലും വിരോധമില്ല, ഈ ഒരു നൂലില്ല എങ്കിൽ കുഴപ്പമില്ല, ഞാനത് എടുക്കുകയാണ്. പക്ഷെ എത്ര രൂപയാ തരേണ്ടത്? നേരത്തെ പറഞ്ഞു 3800 എന്ന്. ഇപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? ഒരു നൂലില്ല, ഒരു നൂല് മിസ് ചെയ്തിരിക്കുന്നു. അപ്പൊ എത്രയാ തരേണ്ടത്? സാരില്ല സാർ, 2500 രൂപ തന്നാ മതി, 2500 രൂപ തന്നാ മതി. ആ ഒരു നൂലിന് എത്രയായിരുന്നു വില? 3800 മൈനസ് 2500. ആ 3800 മൈനസ് 2500 എന്ന് പറയുന്ന 1300 രൂപയായിരുന്നു ഒരു നൂലിന്റെ വില. പക്ഷെ ആ സാരിയില് എത്ര 1000 നൂലുണ്ട്, എല്ലാ നൂലിനും ഈ പറഞ്ഞ 1300 രൂപ വിലയുണ്ടോ? ഇല്ല. ആ നൂല് ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് അതില്ലാതിരുന്നത് കൊണ്ടാണ് ആ ഉണ്ടായിരിക്കേണ്ട നൂലിന്റെ വിലയായ 1300 രൂപ കുറച്ചത്. എന്തിനായി ഉദാഹരണം പറഞ്ഞത്? നമ്മള് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിവിഡ്വലാ. ആ ഇൻഡിവിഡ്വല്, ആ വ്യക്തിയുടെ ധർമ്മം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണ് പ്രകൃതി നമുക്ക് ജന്മം നൽകിയത്. ആ പ്രകൃതിയുടെ പ്രതീക്ഷ ആ വ്യക്തി നിറവേറ്റുന്നില്ല എങ്കിൽ അത് ആ സാരിയില് ഒരു ഗ്യാപ്പ് വന്നതുപോലെ സമൂഹത്തില് നിങ്ങൾ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുകയാണ്. ആ ഗ്യാപ്പ് സൃഷ്ടിക്കരുത്. ആ ഗ്യാപ്പ് അതിഗംഭീരമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് പോകണം. ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ന വ്യക്തിക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇപ്പറയുന്ന ആന്റിബയോട്ടിക്കുകൾ ഇല്ല. എത്ര ശാസ്ത്രജ്ഞന്മാര്, എത്ര ചിന്തകന്മാര്, എത്ര ഋഷിവര്യന്മാര് വെറും ഒരു വസ്ത്രവും ഒരു 2-ാം മുണ്ടും ഇട്ട് അവരുടെ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം അത്രയും ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അറിയാവുന്ന സർവ്വതും കയ്യിലുള്ളത് കൂടുതൽ ചൈതന്യവത്തായി പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ആവശ്യത്തിൽ ഇൻവോൾവ് ചെയ്യുക.
ഇത്തിരി വിമർശനം കേൾക്കേണ്ടി വരും. അതൊക്കെ ചിരിച്ചുകൊണ്ട് കേൾക്കാം. ആരെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അരമണിക്കൂർ ഇരുന്ന് കേൾക്കാം. അരുത്. അത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടും, നിങ്ങളുടെ മൊത്തം ശരീരത്തിന്റെ കണ്ടീഷൻ മാറ്റും. എന്തിനാ പരദൂഷണം കേൾക്കുന്നത്? പരദൂഷണം കേൾക്കാൻ ആളുണ്ടെങ്കിലേ പരദൂഷണം പറയാൻ ആളുണ്ടാവുള്ളൂ. കേൾക്കാൻ ആളില്ലെങ്കിൽ പറയാൻ ആളുണ്ടാവോ? ഞാനിവിടെ പ്രഭാഷണത്തിന് വന്ന് മുമ്പിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമോ? പ്രഭാഷണം നടത്തുന്നത് കേൾക്കാൻ ആളുള്ളതുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് പരദൂഷണം പറയുന്നത് കേൾക്കാൻ ആളുണ്ടെങ്കിലേ അത് പറയാൻ ആളുണ്ടാവും. രണ്ടിനും നിങ്ങൾ തുനിയരുത്. ആർക്കെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ കർമ്മശുദ്ധി ഉണ്ടാകണം. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. കർമ്മശുദ്ധി ഉണ്ടാകണം. വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാരവയ്ക്കരുത്. പാരവെപ്പ് എന്നുള്ളത് ഒഴിവാക്കുക. എന്തിനാ മഹാപാപം? എൻ്റെ അമ്മാവൻ തൃപ്പൂണിത്തുറയില് പൂർണ്ണസ്ത്രൈശ ക്ഷേത്രത്തില് കാര്യക്കാരനായിരുന്നു. അമ്മാവന് പറ്റാവുന്ന അത്രയും അമ്പലത്തിൽ നിന്ന് കട്ടിട്ടുണ്ട്, പറ്റാവുന്ന അത്രയും അമ്പലത്തിൽ നിന്ന്. അപ്പൊ അമ്മാവനോട് പറയാറുണ്ട്, അമ്മാവ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് തിരിച്ചു കിട്ടില്ലേ? ഒന്നും സാരമില്ലടാ, പൂർണ്ണത്ര ഈശ്വരൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാ. പൂർണ്ണത്ര ഈശ്വരൻ എന്ന് വെച്ചാൽ വിഗ്രഹം എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാ. ഒരു ദിവസം ഈശ്വരാനുഗ്രഹം കൊണ്ട്, അങ്ങനെ പറയരുതെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് കിണറ്റിൽ നിന്ന് അമ്മാവൻ വെള്ളം കോരിയാണ്. വലത്തെ കാല് സ്ലിപ്പായി, തലയും കുത്തി കിണറ്റിനകത്ത് പകുതി ഭാഗം പരലൈസ്ഡ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ കിടപ്പ് 26 വർഷം ഒറ്റ കിടക്കയില്. എന്താ ചെയ്ത പ്രവൃത്തിയുടെ റിയാക്ഷൻ? അത് ഓർക്കണില്ല നമ്മൾ. പലരും വിചാരിക്കുന്നു നെഗറ്റീവ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, 613 കോടി ജനത ഭൂമിയിലുണ്ട്, ഈശ്വരൻ എന്നെ മാത്രം സാറ്റലൈറ്റ് നോക്കുന്ന മാതിരി നോക്കാൻ പോകല്ലേ, പിന്നെ ഈശ്വരന് വേറെ പണിയൊന്നുമില്ലേ? ഈശ്വരൻ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിവാർഡ് കിട്ടാതിരിക്കില്ല. റിവാർഡ് കിട്ടിയില്ലെങ്കിൽ വിരോധമില്ല, നെഗറ്റീവ് ഉണ്ടാവില്ല. സത്കർമ്മങ്ങൾ ചെയ്യണം. നാളെ മുതൽക്ക് ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു കൈ വെള്ളം എടുക്കുക. എന്നിട്ട് തെക്കോട്ട് നോക്കിക്കൊണ്ട്, അമ്മേ, അമ്മയുടെ മകൻ പേര് പറയാ, സുഖമായിട്ട് ദുബായിൽ ജീവിക്കുന്നു, വലിയ ദുഃഖമൊന്നുമില്ല, ദാരിദ്ര്യ ദുഃഖമില്ല, സാമാന്യം നല്ല ജോലിയുണ്ട്. അമ്മയുടെ മകൻ കള്ളനല്ല, വഞ്ചകനല്ല, ചതിയനല്ല. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണം. മാതൃദേവോ ഭവ മാതൃം തർപ്പയാമി എന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത കൈ വെള്ളം എടുക്കുക. അവിടെ തന്നെ, ബാത്റൂമിൽ തന്നെ, പുറത്തൊന്നും പോകണ്ട. അത് ഷവറിന്റെ ചുവട്ടിലോ ബാത്റൂമിന്റെ നിലത്തോ എവിടെയാ പറ്റാന്ന് വെച്ചാ അടുത്ത കൈ വെള്ളം എടുക്കുക. അച്ഛൻ ജന്മം നൽകിയ മകൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു നെഗറ്റീവും അച്ഛന്റെ മകൻ ചെയ്യുന്നില്ല. 2 കൈയും കൂപ്പി ആ തൊഴുന്നതിന് മുമ്പ് പിതൃദേവോ ഭവ പിതൃം തർപ്പയാമി എന്ന് പറഞ്ഞ് തൊഴുക. ഇത് ദിവസവും ചെയ്യാം. യു വിൽ ബി എൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. കേരളത്തിൽ ഞാൻ പറയാറുണ്ട്, ഒന്നുകൂടി മാറ്റി പറയണം. എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും മകൻ ചതിയനല്ല, വഞ്ചകനല്ല, സമൂഹദ്രോഹിയല്ല, ദേശദ്രോഹിയല്ല എന്ന് ആദ്യത്തെ 4 ദിവസം പറയാം. 5ാമത്തെ ദിവസം ഒരെണ്ണവും കൂടി പറയാ, കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല. അതെന്തിനാ 5 ദിവസം കഴിഞ്ഞ് പറയുന്നത്? ആരോടെങ്കിലും നാളെ പൈസ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി മേടിച്ച, പിന്നെ മേടിക്കരുത്. അപ്പോൾ സിമ്പിൾ, സാധിക്കും, മാറാൻ സാധിക്കും. ഈ ജീവിതം നല്ല രീതിയിൽ കർമ്മശുദ്ധി സാധിക്കുന്നിടത്തോളം വ്യക്തികളെ സഹായിച്ചു കൊണ്ടുപോവാ. സായിബാബ പറയാറുണ്ട്, പണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന്. ഇപ്പൊ സായിബാബ മാറ്റി. ഇപ്പൊ എന്താ സായിബാബ പറയാ? നിങ്ങളുടെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന്. എന്റെ ജീവിതമല്ല എന്റെ സന്ദേശം, നിങ്ങളുടെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാകണമെങ്കിൽ എത്ര മാറണം നിങ്ങൾ? വളരെ നല്ല ഒരു സന്ദേശമാണ്. യു ആർ ദ മെസഞ്ചർ ഓഫ് സായിബാബ. സായിബാബയുടെ ഡിവോട്ടീസിന്റെ കാര്യമാണ്.
ആ ഡിവോട്ടീസ് എങ്ങനെ ജീവിക്കണമെന്ന മെസ്സേജ് സ്വാമി കൊടുത്തിട്ടുണ്ട്. അമ്മ പറയാറുണ്ട്, മക്കളെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം മക്കളെ എന്ന് അമ്മ പറയാറുണ്ട്. ആ വരിയുടെ പുറത്ത് എന്ത് ഉജ്ജ്വല സന്ദേശമാണ്. എത്ര പേരാ തോളത്ത് കിടന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടോ? അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്വീഡൻകാര് ടൊറന്റോയിൽ പോയപ്പോൾ ടൊറന്റോ ഹോട്ടലിന്റെ ഓണർ അമ്മയുടെ പ്രോഗ്രാമിന് മൊത്തം കോൺട്രാക്ട് എടുത്തു. എത്രയോ ലക്ഷം ഡോളർ കോൺട്രാക്ട്. അവസാന ദിവസം അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയോട് ചോദിച്ചു, എന്നെ അനുഗ്രഹിക്കണമെന്ന്. അപ്പൊ അമ്മ തമാശന് പറഞ്ഞു, അത്ര എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, മോൻ അമ്മയുടെ അടുത്തുനിന്ന് ഒത്തിരി പൈസ വാങ്ങിച്ചു, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പൈസയാ മോൻ വാങ്ങിച്ചതെന്ന് മലയാളത്തിൽ പറഞ്ഞു അത്ര. അയാൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് അർത്ഥം മനസ്സിലായില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അയാൾ വേറൊരു മലയാളിയെ വിളിച്ചു ചോദിച്ചു, അമ്മ എന്താ പറയുന്നതെന്ന്. അപ്പോ അമ്മ ഇങ്ങനെയാ പറഞ്ഞത്, ആ മൊത്തം വാങ്ങിച്ച പൈസ അയാൾ തിരിച്ചു കൊടുത്തു. ഹോൾ ഹോട്ടൽ റെന്റ്, കിച്ചൺ റെന്റ് എന്തെല്ലാം വാങ്ങിച്ചോ, I will be your devotee forever. Just a transformation within 60 seconds. 60 സെക്കൻഡ് കൊണ്ടുണ്ടായ ട്രാൻസ്ഫർമേഷൻ നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. എത്ര ടെററിസ്റ്റുമാരുടെ ഇടയിൽ കൂടിയാണ് ശ്രീ രവിശങ്കർ ജമ്മു കാശ്മീരിൽ നടന്നതെന്നറിയാമോ? പലരും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മള് ശ്രീ രവിശങ്കറിന്റെ ആരാധകരുണ്ട്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രചാരകരുണ്ട്. പക്ഷെ ഏതോ ഗുരുജി ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ ഉദ്ദേശമില്ല. അതുകൂടി അറിയണം, അതുകൂടി പഠിക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരുടെ അടുത്ത് ഗുരുജിയെ കുറിച്ച് പറയാൻ. ടെററിസ്റ്റിന്റെ മുമ്പിൽ കൂടെ നടന്ന് അവരുടെ തോളത്ത് തട്ടിയിട്ട് മക്കളെ നേരിട്ടുള്ള ധർമ്മത്തിന് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഒത്തിരി പേര് കരയുന്നുണ്ടായിരുന്നു. ചിലപ്പോ എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് പറയാറുണ്ട്, നിങ്ങളുടെ ഹൃദയം ടെററിസ്റ്റിന്റെ ഹൃദയമാണെന്ന്. ഏതായാലും എൻ്റെ ഹൃദയം ടെററിസ്റ്റിന്റെ ഹൃദയമാണെന്ന് പറയുമ്പോൾ അവരെത്രയാ ഉദ്ദേശിച്ചത്? ആ റിയൽ ടെററിസ്റ്റ് ശ്രീ രവിശങ്കറിന്റെ മുമ്പിൽ വരുമ്പോൾ ആ കയ്യിലുള്ള സ്റ്റെൻഗൺ താഴെ വെച്ച് നമസ്കരിച്ച് കരയാൻ കാരണം എന്ത്? മനസ്സിൽ വന്ന പരിവർത്തനം. നമുക്കും അത് വരാൻ സാധിക്കും. ഇറ്റ് ടേക്സ് മിനിമം ടൈം, ലിറ്റിൽ ബിറ്റ് ടൈം. കഴിഞ്ഞ ഇതിന്റെ മുമ്പിലത്തെ ആഴ്ച തലശ്ശേരിയിൽ ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോടല്ല ആരോടോ, കാരണം അദ്ദേഹം ദൈവവിശ്വാസിയല്ല. നിരീശ്വരവാദിയായി ജനിച്ചു, നിരീശ്വരവാദിയായി വളർന്ന് നിരീശ്വരവാദിയായി മരിക്കണം എന്ന ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് പറ്റില്ല എന്ന് ഉറപ്പായി. എന്താ കാരണം? സാറിന്റെ പ്രഭാഷണം കേട്ടു.